Next question. Gold is 19 times as heavy as water and copper is 9 times as heavy as water. In what ratio these should be mixed to get an alloy which is 15 times as heavy as water. Okay. Yes. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് 3 രീതിയിലാണ് മെയിനായിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. ഒന്ന് റീപ്ലേസ്മെൻ്റ് ആണ്. ഒന്നെന്താണ് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു മിക്സ്ചറിൽ മോർ ദാൻ 1 കോമ്പണൻറ്റ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു കോമ്പണൻറ്റ് നമ്മൾ അഡീഷണലി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫർദർ അതിൻ്റെ റേഷ്യോയിൽ വരുന്ന വേരിയേഷൻസ് എന്താണെന്നുള്ള രീതിയിൽ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മൂന്നാമത്തെ ഒരു ടൈപ്പാണ് 2 മിക്സ്ചേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ, 2 റേഷ്യോസിലുള്ള അതിൽ കോമ്പോണൻസിൻ്റെ റേഷ്യോസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതായി ഒരു മിക്സ്ചർ കിട്ടും. ആ ഒരു മിക്സ്ചറിൻ്റെ റേഷ്യോയും കാര്യങ്ങളും ആ ഒരു രീതി, ആ ഒരു മിക്സിങ് 2 ഡിഫറെൻറ്റ് മിക്സ്ചേഴ്സിനെ നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ എന്താണ്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ 3 ടൈപ്പിലാണ് നമുക്ക് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ടൈപ്പാണെന്ന് പറയുമ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഒരു ടൈപ്പാണ്. നമ്മൾ ഇതുവരെ ആ ഒരു ലാസ്റ്റ് ടൈപ്പിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു, 2 മിക്സ്ചേഴ്സിലെയും കോമ്പോണൻസ് സെയിം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഹണി വാട്ടർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മുടെ കയ്യിൽ 2 മിക്സ്ചേഴ്സ് ഉണ്ട്. 2 മിക്സ്ചേഴ്സിലും ഡിഫറെൻറ്റ് റേഷ്യോസിലാണ് കോമ്പോണൻസ് ഉള്ളത്. പക്ഷേ കോമ്പോണൻസ് എന്തായിരുന്നു, സെയിം ആയിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് കോമ്പോണൻസ് സെയിം അല്ല. ഒന്നിലുള്ള കോമ്പണൻറ്റ് ഗോൾഡാണ്, രണ്ടാമത്തേലുള്ള കോമ്പണൻറ്റ് എന്താണ്, കോപ്പറാണ്. യെസ്, അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും. അവിടെ 2ഉം സിമിലർ കോമ്പണൻസ് ആണല്ലോ, സെയിം ആയ കോമ്പണൻസ് ആണല്ലോ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പണൻസ് വന്നാലും നമുക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അലോയ് ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, അലോയ് എന്നാണ്. ഈ അലോയുടെ കാര്യം നമ്മൾ പറയുമ്പം ഈ അലോയ് എന്ന് പറയുന്നത് എന്താണ്, ഗോൾഡ് പ്ലസ് കോപ്പറാണ് അല്ലേ. ഈ അലോയ് എന്ന് പറയുന്നത് എന്താണ്, ഗോൾഡ് പ്ലസ് കോപ്പറാണ്. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ അലോയ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് കോമ്പണൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമുക്കതിന് ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ടൈപ്പിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഞാൻ മൂന്നാമത് പറഞ്ഞ ആ ഒരു ടൈപ്പിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം, നോക്കിക്കോളൂ. ഗോൾഡ് ഈസ് 19 ടൈംസ് ആസ് ഹെവി ആസ് വാട്ടർ. വാട്ടറിൻ്റെ വെയിറ്റ് എന്താണോ അതിൻ്റെ 19 ടൈംസ് ആണ് ഗോൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നല്ല ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ സിമ്പിളായി എന്താ പറയുക, ഒരു സെക്കൻഡ്സിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. റേഷ്യോ എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഇല്ല, എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അങ്ങനെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ടാവുന്നേ ഉള്ളൂ. നോക്കിക്കോളൂ. ഗോൾഡ് ഈസ് 19 ടൈംസ് ആസ് ഹെവി ആസ് വാട്ടർ. ഗോൾഡിൻ്റെ വെയിറ്റ് ഞാനിവിടെ മൊത്തം എനിക്ക് 4 സാധനങ്ങളുണ്ട്. ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്, വാട്ടർ ഉണ്ട്, അലോയ് ഉണ്ട്. ഇതെല്ലാം നോക്കിക്കോളൂ. ഇതെല്ലാം വെയിറ്റ് ഓഫ് റെസ്പെക്റ്റീവ് സാധനമാണ്. ഇത് വെയിറ്റ് ഓഫ് ഗോൾഡ് ആണ്, ഇത് വെയിറ്റ് ഓഫ് കോപ്പർ ആണ്, ഇത് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്, ഇതെന്താണ്, വെയിറ്റ് ഓഫ് അലോയ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നോക്കിക്കോളൂ, തന്നിട്ടുണ്ട് ഗോൾഡ് ജി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ വെയിറ്റിൻ്റെ 19 ടൈംസ് ആണ്. സോ ജി ഈസ് ഈക്വൽ ടു 19W എന്ന് എനിക്ക് എഴുതാം. അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ജി ഈസ് ടു ഡബ്ല്യു കണ്ടുപിടിക്കാം. 19:1. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി റേഷ്യോ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. ഡയറക്റ്റ് അവർക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഗോൾഡ് ഈസ് 19 ടൈംസ് ആസ് ഹെവി ആസ് വാട്ടർ.
ഓക്കെ, ഗോൾഡ് ഈസ് ടു ഡബ്ല്യു ആണ്. വാട്ടറിൻ്റെ വെയിറ്റ് എന്താണോ അതിൻ്റെ 19 ടൈംസ് ആണ് ആര്? ഗോൾഡ്. അപ്പോൾ ഞാൻ വാട്ടറിൻ്റെ വെയിറ്റ് ഒരു വാല്യൂ ഞാൻ അസ്യൂം ചെയ്യുവാണ്, ആസ് മിനിമം ആസ് പോസിബിൾ. എത്ര മിനിമം വാല്യൂ എനിക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ ആ വാല്യൂ ഞാൻ അസ്യൂം ചെയ്യുവാണ്. വാട്ടർ ഞാൻ 1 എന്ന് എടുത്തു. ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് എനിക്ക് 1 മിനിമം വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർ 1 ആണെങ്കിൽ എൻ്റെ ഗോൾഡിൻ്റെ ഇത് എന്തായിരിക്കും? അതിൻ്റെ 19 ടൈംസ് ആണ്. സോ 1 × 19. സോ എനിക്ക് എന്ത് കിട്ടി? ഗോൾഡ് ടു വാട്ടറിൻ്റെ റേഷ്യോ കിട്ടി 19:1. സോ അപ്പോൾ നമുക്ക് റേഷ്യോ എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഐഡിയ ഉള്ള ആളാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം, ഡയറക്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? സിമിലർലി രണ്ടാമത് തന്നിട്ടുണ്ട് കോപ്പറിൻ്റെ വെയിറ്റ് വാട്ടറിൻ്റെ വെയിറ്റിൻ്റെ 9 ടൈംസ് ആണ്. C = 9W. സോ നമുക്ക് എന്ത് കിട്ടും? C = W 9:1 എന്ന് കിട്ടും. ഈ വാട്ടറിനെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നാൽ C = W ചെയ്യുമ്പോൾ എനിക്ക് 9:1 എന്ന് കിട്ടും. ഇതും അതേപോലെയാണ് വാട്ടർ ടു കോപ്പർ. വാട്ടറിന് 1 ആണെങ്കിൽ കോപ്പർ അതിൻ്റെ 9 ടൈംസ് ആണ്. സോ 1 × 9 എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കോളൂ, ഇവർ രണ്ടുപേരെയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കഴിയുമ്പം എനിക്ക് അലോയും വാട്ടറും കിട്ടും. അപ്പോൾ ഈ രണ്ടുപേരെയും ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒന്ന് അലോയ് ആണ് എനിക്ക് കിട്ടുന്നത്, രണ്ടാമത് എനിക്ക് വാട്ടറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടറിൻ്റെയും അലോയിൻ്റെയും റേഷ്യോയുടെ കാര്യം ഞാൻ പറയും. അവരുടെ റേഷ്യോ എന്താണ്? അലോയ് ഈസ് 15 ടൈംസ് ആസ് ഹെവി ആസ് വാട്ടർ. എന്താണ് ഉദ്ദേശിക്കണേ? അലോയ് ഈസ് ടു വാട്ടർ 1 ആണെങ്കിൽ അലോയ് അതിൻ്റെ 15 ടൈംസ് ആണ്. സോ എന്ത് കിട്ടി? 15:1 എന്ന് കിട്ടി. അപ്പോൾ ഈ അലോയുടെയും വാട്ടറിൻ്റെയും റേഷ്യോ 15:1 കിട്ടണമെങ്കിൽ ഇവരെ ഞാൻ ഏത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവരെ കമ്പൈൻ ചെയ്യേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, ഒന്ന് പിക്ചോറിയലായിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, ഇവിടെ എന്താണ്? 19:1 ആണ്. കോപ്പർ എന്ന് പറയുമ്പോൾ 9:1 ആണ്. തൽക്കാലം ഞാനിത് മാറ്റാം. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 90 ഞാൻ ഇതിൻ്റെ ക്വാണ്ടിറ്റീനെ ഞാൻ 20x എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റീനെ ഞാൻ 10y എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ എനിക്ക് 19x ഇവിടെ x എന്ന് കിട്ടി. ഇവിടെ എനിക്ക് 9yയും y എന്ന് കിട്ടി. ഈ അലോയ് എന്ന് പറയുന്ന ആളുടെ ആ ഉള്ളിലുള്ള കോമ്പണൻസ് ഏതൊക്കെയാണ്? ഒന്ന് കോപ്പറാണ്, ഒന്ന് ഗോൾഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ കോപ്പറും ഗോൾഡും ഞാൻ മിക്സ് ചെയ്യുവാണ്. സോ അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? 19x + 9y ആണ്. രണ്ടാമത് ഞാൻ വാട്ടറിനെയാണ് മിക്സ് ചെയ്യുന്നത്, x + y ആണ്. സോ എനിക്ക് എന്ത് ആൻസർ കിട്ടി? 15:1 എന്നുള്ള ആൻസർ കിട്ടി. സോ ഇത് ഞാൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ സോൾവ് ചെയ്യുന്ന സമയത്ത് 1 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 19x + 9y കിട്ടും. ഇവിടെ എനിക്ക് 5x + 5y കിട്ടും. നമ്മൾ എക്സാമിനേഷനിൽ ചെയ്യണ സമയത്ത് കുറേ സ്റ്റെപ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് എഴുതി അങ്ങനെ ഒന്നും ചെയ്യാതെ ഇവിടെ 1 ആണ്. സോ ഇവർ രണ്ടുപേരെയും ആഡ് ചെയ്ത് ഈ 1 കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് വരാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് വരാം. ഇടയ്ക്കുള്ളതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നോക്കിക്കോളൂ, ഇവിടെ വാട്ടറിൻ്റെ അവിടെ 1 ആണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് എന്താണ് വരിക? വാട്ടറിൻ്റെ അവിടെ ഉള്ളതാണ് നമ്മൾ ആരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അലോയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ അലോയുടെ വാല്യൂ ആണ് നമ്മൾ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയുടെ കൂടെ മൾട്ടിപ്ലൈ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത്. സോ 19 + 9y × 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ ആണ് 19x + 9y. ഇനി അതേപോലെ ഇവിടെ x + y ആണ്. അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15x + 15y എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഈ 15xനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് എന്ത് കിട്ടും? 19x - 15x ചെയ്യുമ്പോൾ എനിക്ക് 4x കിട്ടും. അതേപോലെ ഇവിടെ 15y - 9y ചെയ്യുമ്പം എനിക്ക് 6y കിട്ടും. x/y ചെയ്യുമ്പം എനിക്ക് 6/4 = 3/2 എന്ന് കിട്ടും. അപ്പോൾ ഏത് റേഷ്യോയിലാണ് ഞാൻ മിക്സ് ചെയ്യേണ്ടത്? 3:2 എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ ഇവർ രണ്ടുപേരെയും ഞാൻ മിക്സ് ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇയാളെ ഞാൻ 60 എന്ന് എടുത്തു എന്നിരിക്കട്ടെ. ഈ ഗോൾഡ് ഈസ് ടു വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 60 ആണെങ്കിൽ കോപ്പർ ഈസ് ടു വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? 40 എന്നായിരിക്കണം. ഗോൾഡ് ഈസ് ടു വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 60 ആണെങ്കിൽ എന്താ പറയുക?
കോപ്പർ ഈസ് ടു നമ്മുടെ വാട്ടറിൻ്റെ വാല്യൂ 40 ആയിരിക്കണം. ഇവർ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:2 ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അത് തന്നെയാണോ കിട്ടണേന്ന് അറിയാലോ. നോക്കിക്കോളൂ. യെസ്, 60 എന്ന് പറയുമ്പോൾ ഇവിടെ 19/20 × 60 അല്ലേ? ഈ ഒരു ഗോൾഡിൻ്റെ ക്വാണ്ടിറ്റി അതാണ്. ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടും. 19 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടണത് 57 ആണ്. അതേപോലെ ഇവിടെ 1/20 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഇത് പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല. 60 57 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. കുറച്ചും കൂടെ നിങ്ങളുടെ കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ ഇവിടെ 1 ആണ്. സോ 1/20 × 60 ചെയ്യുമ്പോൾ എനിക്ക് 3 ആണ് കിട്ടിയത്. സോ രണ്ടാമത്തെ 19ൻ്റെ ആൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 60 നമുക്ക് 3 കുറച്ച് കഴിഞ്ഞാൽ 57 കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നമുക്കറിയാമല്ലേ, നമുക്കറിയാം നമ്മുടെ ഫാക്ടർ, നമ്മുടെ y എന്ന് പറയുന്ന വാല്യൂ എന്തായിരുന്നു? y എന്ന് പറയണത് 2 ആണ്. y എന്ന് പറയണത് 2 ആണ്. നോക്കിക്കോളൂ. 9 × 40/20 നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 2 18 എന്ന് കിട്ടും. അതേപോലെ 1 × 40/20 1 × 40/20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 × 2 2 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 57 + 18 57 + 18 ഡിവൈഡഡ് ബൈ 3 + 2. 57 + 18 57 + 8 ചെയ്യുമ്പോൾ നമുക്ക് 65 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. 3 + 2 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15:1. മനസ്സിലായോ? നമുക്ക് എന്താണ് കിട്ടിയത്? സെയിം റേഷ്യോ ആണ് കിട്ടിയത്. അലോയ് ഈസ് ടു വാട്ടർ നമുക്ക് 15:1 എന്നാണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോളൂ. 3 containers have volumes in the ratio 3:4:5. They are full of mixtures of milk and water. The mixtures contain milk and water in the ratio 4:1, 3:1 and 5:2 respectively. റെസ്പെക്റ്റീവ്ലി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ മിക്ക ക്വസ്റ്റ്യൻസിലും അവർ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇൻ കേസ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, ഈ സെയിം ഓർഡറിലായിരിക്കും നമുക്കവർ എക്സാമിനേഷൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് വാല്യൂസ് തരിക. യെസ്. ദ കോണ്ടൻസ് ഓഫ് all the 3 containers are poured into 4th container. Find the ratio of milk to water in the 4th container. യെസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ 3 കണ്ടെയ്നേഴ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 3 കണ്ടെയ്നേഴ്സ് ഉണ്ട്. 3 പേരുടെ വോള്യത്തിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്.
മൂന്ന് പേരുടെ വോള്യത്തിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:4:5. ദേ ആർ ഫുൾ ഓഫ് മിക്സ്ചേഴ്സ് ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 3 കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിക്കാം. ഐ ഹാവ് 3 കണ്ടെയ്നേഴ്സ് ABC. അവരുടെ വോള്യത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4:5 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എയുടെ വോള്യൂം സേ ഫോർ എക്സാമ്പിൾ 30 ആണെങ്കിൽ ബിയുടെ വോള്യൂം 40 ആയിരിക്കും, സിയുടെ വോള്യൂം എന്തായിരിക്കും 50 ആയിരിക്കും. അപ്പോൾ ദേ ആർ ഫുൾ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 30 ലിറ്റർ, 40 ലിറ്റർ, 50 ലിറ്റർ. ഓക്കെ, അപ്പം ദേ ആർ ഫുൾ ഓഫ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കണ്ടെയ്നറിൽ എൻ്റെ കയ്യിൽ എന്തോരം ക്വാണ്ടിറ്റി മിക്സ്ചർ ഉണ്ട്? 30 ലിറ്റർ ഉണ്ട്. രണ്ടാമത്തെ കണ്ടെയ്നറിൽ എൻ്റെ കയ്യിൽ എന്തോരം ക്വാണ്ടിറ്റി മിക്സ്ചർ ഉണ്ട്? 40 ലിറ്റർ ഉണ്ട്. മൂന്നാമത്തതിൽ എൻ്റെ ആ കണ്ടെയ്നറിൽ ഉള്ള മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? 50 ലിറ്റർ ആണ്. ഇവന്മാരെ 3 പേരെയുമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? മിക്സ് ചെയ്യാൻ പോകണം. ഇവന്മാരെ 3 പേരെയും ഞാൻ മിക്സ് ചെയ്തു എന്ന് പറയുമ്പം ഞാൻ എടുത്ത ആദ്യത്തെ കണ്ടെയ്നറിലുള്ള ആ ഒരു എന്താ പറയുക മിക്സ്ചറിൻ്റെ വോള്യൂം എന്താണ്? 30 ലിറ്റർ. രണ്ടാമത്തെ കണ്ടെയ്നറിലുള്ള മിക്സ്ചറിൻ്റെ വോള്യൂം എന്താണ്? 40 ലിറ്റർ. മൂന്നാമത്തെ കണ്ടെയ്നറിലുള്ള മിക്സ്ചറിൻ്റെ എത്ര വോള്യൂമാണ് ഞാൻ ആഡ് ചെയ്തത്? 50 ലിറ്റർ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? എനിക്കിവിടെ അവർ തന്നിട്ടുണ്ട്, ഞാൻ ഈ ഒരു എന്താ പറയുക കണ്ടെയ്നർ മുഴുവനും മിക്സ്ചറാണ്, ഞാനത് മുഴുവനായിട്ട് ഏതിലേക്ക് ഒഴിച്ചു? മുഴുവനായിട്ട് ഞാൻ എൻ്റെ 4th കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു. നമ്മൾ ഇതിന് മുമ്പ് ഈ റേഷ്യോയുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഹാഫായിരുന്നു ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര വോള്യൂം നമ്മൾ എടുത്താലും അതിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ 30 ലിറ്ററിൽ നിന്ന് ഞാനൊരു 15 ലിറ്റർ എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു 30 ലിറ്ററിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ സേ ഫോർ എക്സാമ്പിൾ 1:2 എന്നാണെങ്കിൽ ഞാൻ 15 ലിറ്റർ എടുത്താലും ഞാൻ അതിൽ നിന്ന് 2 ലിറ്റർ എടുത്താലും 1 ടേബിൾ സ്പൂൺ എടുത്താലും അതിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 2:1. അത് സെയിം തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഈ ഒരു കാര്യം, അതായത് ഫുൾ ഓഫ് മിക്സ്ചർ ആണ്, ഈ മിക്സ്ചർ മുഴുവനും നമ്മൾ 4ാമത്തെ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു. ഓരോ മിക്സ്ചറിലുള്ള സംഭവത്തിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:1, 3:1, 5:2. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 4th കണ്ടെയ്നറിലുള്ള പുതിയ മിക്സ്ചറിലുള്ള മിൽക്ക് ടു വാട്ടറിൻ്റെ റേഷ്യോ എന്താണ്? തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു സെയിം ടൈപ്പിൽ വന്നതാണ്. അവിടെ നമുക്ക് 2 കോമ്പോണൻസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ? അവിടെ നമുക്ക് 2 കോമ്പോണൻസ് അല്ല, 2 മിക്സ്ചേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് 3 മിക്സ്ചേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? നമുക്ക് ചെയ്യാം, നോക്കിക്കോളൂ. ആദ്യത്തെ ആൾ ഞാൻ കണ്ടെയ്നർ ABC എന്ന് കൊടുക്കാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ നമുക്ക് നോക്കിക്കോളൂ, വോള്യത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3, 4, 5. ഇത് വോള്യത്തിൻ്റെ റേഷ്യോ ആണ്. ഇനി ഓരോന്നിലുമുള്ള ക്വാണ്ടിറ്റി നോക്കിക്കോളൂ. മിൽക്ക് ഈസ് ടു W അല്ലേ? മിൽക്ക് ഈസ് ടു വാട്ടർ ആണ് നമ്മുടെ ഓർഡർ. മിൽക്ക് ഈസ് ടു വാട്ടർ എന്നാണ്. മിൽക്ക് ഈസ് ടു വാട്ടർ 3 പേരുടെ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ കണ്ടെയ്നറിലുള്ളത് 4:1, രണ്ടാമത്തത് 3:1, ഇത് 3 ആണ്. മൂന്നാമത്തത് എന്താണ്? 5:2 ആണ്. അപ്പോൾ ഇവർ 3 പേരെയാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകണേ. തൽക്കാലം ഞാൻ ഈ ക്വസ്റ്റ്യൻ റബ്ബ് ചെയ്യുവാണേ. യെസ്, നോക്കിക്കോളൂ. സോ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവരെ 3 പേരെയും ഞാൻ ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റേഷ്യോസ് വെച്ച് ഓരോ കോമ്പോണൻറ്റിൻ്റെയും ആ പർട്ടിക്കുലർ മിക്സ്ചറിലുള്ള ക്വാണ്ടിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാം ഈ ഒരു റേഷ്യോ വാല്യൂ തന്നെ, ഈ തന്നിട്ടുള്ള റേഷ്യോ വാല്യൂ തന്നെ കൺസിഡർ ചെയ്ത് അത് വെച്ച് സോൾവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തു പോകാം. ഞാൻ 2 രീതിയും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ പറയുമ്പോൾ ഈ ഒരു റേഷ്യോ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് ചെയ്തു പോണതിനേക്കാളും നമ്മൾ ഏതെങ്കിലും ഒരു കോമൺ ആയ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാരണം റേഷ്യോ വെച്ച് അങ്ങനെ സോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചില സമയത്ത് ഫ്രാക്ഷൻസും നമ്മൾ ഈ പെർസെൻറ്റേജിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ട് അത് വെച്ച് നമുക്കിങ്ങനെ ചെയ്ത് വരാം. റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൽ തന്നെ നമ്മൾ അങ്ങനെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ഞാൻ 2ഉം ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന്
പറയുന്നത് കോമൺ ആയ ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് ഇനി ഒരുപക്ഷെ ആ ഒരു ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷ്യോ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. ഇനി നമ്മൾ ഈ കോമൺ ആയ ഒരു നമ്പർ കൊണ്ട് നമുക്കിപ്പോൾ എനിക്ക് ഈ ഒരു 3 റേഷ്യോ വാല്യൂസിനെയും 3 ആൾക്കാരെയും എനിക്ക് 10 കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ എനിക്ക് ഇവന്മാരെ എല്ലാം 20 കൊണ്ട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, 100 കൊണ്ട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലേ? യെസ്, ഏത് റാൻഡം വാല്യൂ കൊണ്ട് വേണമെങ്കിലും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് അല്ലേ എനിക്ക് എന്താ പറയുക, വാല്യൂസ് ഈസിയായി ക്യാൻസലായി പോകുന്ന രീതിയിലായിരിക്കണം. ഒരുപാട് ഫ്രാക്ഷൻസ് ആയിട്ട് പിന്നെയും എൻ്റെ കാൽക്കുലേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള വാല്യൂസ് ആവാൻ പാടില്ല. അപ്പോൾ കാൽക്കുലേഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കോളൂ. ഇവിടെ എനിക്ക് 3 കാര്യങ്ങളുണ്ട്. 3, 4, 5 3 വാല്യൂസ് ഉണ്ട്. വോള്യത്തിൻ്റെ റേഷ്യോ 3, 4, 5 ആണ്. അതേപോലെ ഇൻഡിവിജ്വൽ മിക്സ്ചേഴ്സിൻ്റെ റേഷ്യോ 4:1 3:1 5:2 ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. നമുക്ക് ആദ്യം നമ്മുടെ ഈ റേഷ്യോ കൺസിഡർ ചെയ്യാം. ഈ റേഷ്യോയുടെ കാര്യം പറയുമ്പോൾ ന്യൂമറേറ്ററിൽ ഏത് വാല്യൂ ആയാലും നമുക്ക് കുഴപ്പമില്ല. നമുക്കറിയാം ഡിനോമിനേറ്റർ ആണ് എന്തായി പോകുന്നത്, വോള്യത്തിൻ്റെ കൂടെ ക്യാൻസലായി പോണേ. അപ്പോൾ ഞാൻ ഇവരുടെ ഡിനോമിനേറ്റർ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. 4:1 ഡിനോമിനേറ്റർ വാല്യൂ 5 ആണ്. 3:1 ഡിനോമിനേറ്റർ വാല്യൂ 4 ആണ്. 5:2 ഡിനോമിനേറ്റർ വാല്യൂ 7 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ ഈ 3 പേരെയും ഈ 3, 4, 5 എന്ന് പറയുന്ന ആ 3 വോള്യത്തിൻ്റെ റേഷ്യോസിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ 3-യുടെയും 4-ൻ്റെയും 7-ൻ്റെയും മൾട്ടിപ്പിൾ ആയാൽ എനിക്ക് എന്താവും? കുറേ പാർട്ട് എനിക്ക് ക്യാൻസൽ ആയി പോകും. എൻ്റെ ഡിനോമിനേറ്റർ പാർട്ട് എനിക്ക് ഇല്ലാണ്ടാവും. ഫ്രാക്ഷൻസിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോളൂ. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ നമ്പറിന് എക്സ് എന്ന് പറയണ ഒരു കോമൺ വാല്യൂ കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണേന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 4-ൻ്റെ കൂടെ ഞാൻ എക്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 4-ൻ്റെ കൂടെ ഞാൻ എക്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്കൊരു സർട്ടൺ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഈ റേഷ്യോ വാല്യൂ ഇതെന്താണ്? ഇത് എൻ്റെ ആ ഒരു ബി എന്ന് പറയുന്നത്, നമ്മളിവിടെ വോള്യത്തിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്താണ് കണ്ടുപിടിക്കണേ? ആ ബി എന്ന് പറയണം, അല്ലെങ്കിൽ എ എന്ന് പറയണം, അല്ലെങ്കിൽ സി എന്ന് പറയണം, ആ ഒരു കണ്ടെയ്നറിലുള്ള വോള്യൂം ഓഫ് ദ മിക്സ്ചറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ആ ഒരു മിക്സ്ചറിൻ്റെ വോള്യൂം കിട്ടി. അപ്പോൾ അതിൽ എത്ര മിൽക്ക് ഉണ്ട് അല്ലെങ്കിൽ എത്ര വാട്ടർ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 4ഉം 4ഉം എന്താവും? ക്യാൻസലായി പോകും. ഈ എക്സിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ 4ഉം 4ഉം എനിക്ക് ക്യാൻസലായി പോകും, അല്ലേ? യെസ്. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കിവിടെ ഒരു 4-ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഇവൻ്റെ കൂടെയാണ് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ആളുടെ കൂടെയാണ് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ആ സമയത്ത് ഓൾറെഡി അവിടെ ഒരു 4 ഉള്ളതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസലായി പോകും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന നമ്പർ 4-ൻ്റെ മൾട്ടിപ്പിൾ ആയില്ല, അല്ലെങ്കിൽ അത് 4 കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ അല്ല, അല്ലേ? നമുക്ക് എന്താണ് ആ ഒരു നമ്പർ പെർഫെക്റ്റ്ലി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു നമ്പർ 5 കൊണ്ടും 7 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ 5ഉം 4ഉം 7ഉം കൊണ്ട് ഒരുപോലെ ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ ചൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. പരമാവധി നമ്മുടെ കാൽക്കുലേഷൻസ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ വാല്യൂസ് അനലൈസ് ചെയ്യുക. വാല്യൂസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് 5 അല്ല, ഇവിടെ ഇപ്പോൾ 5 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. 5-ന് പകരം ഇവിടെ നിങ്ങൾക്ക് 14 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 5 അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ വാല്യൂ. ഇൻ കേസ് ഇവിടെ അവർ 14 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഞാൻ എക്സിൻ്റെ ഒരു വാല്യൂ കൊണ്ട് ഞാൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്തോ ഒരു ആൻസർ കിട്ടി. ഇവിടെ എൻ്റെ ഡിനോമിനേറ്റർ പാർട്ടിൽ വന്നത് എന്താണ്? 7 ആണ്. ഈ 7ഉം 14ഉം എന്തായാലും ക്യാൻസലായി പോകും. ഈ 7ഉം 14ഉം എന്താണ്? എന്തായാലും ക്യാൻസലായി പോവും. സോ അതുകൊണ്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്ന വാല്യൂ 7ൻ്റെ മൾട്ടിപ്പിൾ ആയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിൽ 4ഉം ക്യാൻസലായി 7ഉം ക്യാൻസലായി പോവുകയാണ്. ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ചൂസ് ചെയ്യണ നമ്പർ എന്തുമാത്രം ആയാൽ മതി?
5ൻ്റെ മൾട്ടിപ്പിൾ മാത്രം ആയാൽ മതി, എൻ്റെ കാൽക്കുലേഷൻസ് ഈസി ആയിക്കോളും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായാലും ഇവിടെ 14ഓ 7ൻ്റെ മൾട്ടിപ്പിളോ ഒന്നുമല്ല, ആകെ ഒരെണ്ണം മാത്രമേ നമുക്ക് അങ്ങനെ ക്യാൻസലായി പോണ രീതിയിലുള്ളൂ. സോ ഞാൻ ചൂസ് ചെയ്യണ നമ്പർ 5ൻ്റെയും 7ൻ്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻസ് ഈസി ആവും. സോ 5ൻ്റെയും 7ൻ്റെയും മൾട്ടിപ്പിൾ ആയ ഏറ്റവും മിനിമം വാല്യൂ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 35 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ 35 കൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ വോള്യൂം എന്തായി? 3 × 35 ആയി, 4 × 35 ആയി, 5 × 35 ആയി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഞാൻ ഈ ടോട്ടലൊക്കെ തൽക്കാലം മാറ്റാം. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോൾ തൽക്കാലം ആൻസർ എന്താണെന്നൊന്ന് കണ്ടുപിടിക്കേണ്ട. ചില പിള്ളേർ അങ്ങനെയാണ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സിൽ അവർ സോൾവ് ചെയ്യും. ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത് അവിടെ കണ്ടുപിടിക്കുക അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഫൈനൽ ആൻസർ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സിൻ്റെ ഫൈനൽ ആൻസർ അവിടെ നമ്മൾ കണ്ടുപിടിക്കുക അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഹോൾ വാല്യൂ ആണ് ആവശ്യം എന്നുള്ള കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സിനെ അങ്ങനെ തന്നെ വിടുക. ഫൈനൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ചില വാല്യൂസൊക്കെ ക്യാൻസലായി പോകും. നമുക്ക് അവിടെ കുറേ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓർ വാട്ടെവർ അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്ക് കുറേ സ്റ്റെപ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് മിൽക്ക് ഈസ് ടു വാട്ടർ ആണ്. സോ ഞാൻ ആദ്യത്തതിൽ ഞാൻ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിക്കോളൂ, 4/5 × 3 × 35. ഈ 5ഉം 35ഉം ക്യാൻസലായി. എനിക്കിവിടെ എന്ത് കിട്ടി? 7 കിട്ടി. സോ ഇവിടെ എന്താണ്? 4 × 3 × 7 ആണ്. പല രീതിയിൽ ചെയ്യാം. 4 × 3 12 ആണ്. 12 × 7 എന്ന് പറയുമ്പം 84 ആണ്. ഇല്ലെങ്കിൽ 3 × 7 21 ആണ്. 21 × 4 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 84 എന്ന് കിട്ടും. സോ ആദ്യത്തതിൻ്റെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? 84 ആണ്. ആദ്യത്തതിൻ്റെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി 84 ആണ്. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഇവിടെ ഓക്കെ, ഇവിടെ ഞാനിപ്പം 84 എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ, എനിക്കിവിടെ ഉള്ളത് എന്താണ്? 1/5. 1/5 × 3 × 35 ആണ്. 1/5 × 3 × 35 ആണ്. ഇവിടെ 7 കിട്ടും. സോ എന്താണ്? എൻ്റെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 21 ആണ്. ക്ലിയർ ആയല്ലോ? വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? 21 ആണ്. യെസ്. ഇനി ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താണ്? 4 × 35. 4 × 35 × 3/4 ആണ്. 4 ക്യാൻസലായി. 4 ക്യാൻസലാകുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? 35 × 3 ആണ്. ഇവിടെ എനിക്ക് 35 × 3 ചെയ്യുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം എന്താണോ കിട്ടുന്നത്? 84ഉം 21ഉം ആഡ് ചെയ്യുമ്പം എന്താണോ കിട്ടണത് അതാണ് 3 × 35യുടെ വാല്യൂ അല്ലേ? ഈ 3 × 35 ടോട്ടൽ 3 × 35നെയാണ് ഞാൻ ഈ റേഷ്യോയ്ക്ക് അനുസരിച്ച് എന്താ പറയുക അങ്ങനെ മാറ്റി എഴുതിയേക്കണം. ഈ റേഷ്യോയ്ക്ക് അനുസരിച്ച് അതിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് എഴുതിയേക്കണത് 3 × 35നെയാണ്. സോ ഇവർ രണ്ടുപേരെ ആഡ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് 3 × 35 അല്ലേ? 105. 3 × 35 നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, 35നെ നമുക്ക് 7 × 5 എന്ന് എഴുതാം. 35നെ നമുക്ക് 7 × 5 എന്ന് എഴുതാം. 3 × 7 21 ആണ്. 3 × 7 21 ആണ്. അതിൻ്റെ കൂടെ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 20 × 5 എന്താണ്? 100 ആണ്. സോ 20 × 21 × 5 എന്ന് പറയുമ്പോൾ ഒരു 5ഉം കൂടെ ആഡ് ചെയ്താൽ മതി, 105. അല്ലെങ്കിൽ 3 × 5 നമുക്ക് ചെയ്യാം. 15 ആണ്. 15 × 7 കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് 15 × 5 അറിയാം, 75 ആണ്. 15 × 6 90 ആണ്. 15 × 7 എന്ന് പറയുമ്പോൾ ഒരു 15ഉം കൂടെ ആഡ് ചെയ്യുമ്പം 105 കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇവിടെ 4 × 35 ആണ് അല്ലേ? നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 1/4 എന്ന് കിട്ടും. സോ 4 × 35 ആണ്. 4 × 35 × 1/4 ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി? 35 എന്ന് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മുടെ ആരാണ്? 5 × 35 ആണ്. നോക്കിക്കോളൂ, 5 × 35 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 5 × 35 × 5/7 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും. 5 5s are 25ൻ്റെ കൂടെ 5 ചെയ്യുമ്പോൾ നമുക്ക് 125 കിട്ടും. അതേപോലെ ഇവിടെ നമുക്ക് 2 വരും അല്ലേ? ഇവിടെ 5 × 5 × 2 വരും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. നമുക്കിവിടെ എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ക്ലിയർ ആയോ? യെസ്.
ഇനി സിമ്പിളാണ്. ഇവരെ മൂന്ന് പേരെയും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. 84 പ്ലസ് 105 പ്ലസ് 125. അതേപോലെ താഴത്ത് നമ്മൾ ആഡ് ചെയ്യും 21 പ്ലസ് 35 പ്ലസ് 50. ഓക്കെ, നോക്കിക്കോളൂ. 100 ഉണ്ടല്ലേ മുകളിൽ, നമുക്ക് 200 ഉണ്ട്. 100 പ്ലസ് 100 എന്താണ്? 200 ആണ്. അതേപോലെ ഇവിടെ ഒരു 80 ഉണ്ട്. 80 ഇവിടെ എന്തുണ്ട്? ഇവിടെ 5 പ്ലസ് 25 ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. നോക്കിക്കോളൂ, 80 പ്ലസ് 30 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. കൂടാതെ ഒരു 4 ഉണ്ട്. 4 1 3. നമുക്ക് എന്ത് കിട്ടി? 314 ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിക്കോളൂ, 20 പ്ലസ് 30 50 ആണ്. 50 പ്ലസ് 50 100 ആണ്. 100ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പം 105 പ്ലസ് 1 106. രണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 157 ഡിവൈഡഡ് ബൈ 53. സോ നിങ്ങൾ ഏത് രീതിയിൽ, അതായത് നിങ്ങളിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 35 എന്നുള്ളൊരു വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് 10 കൊണ്ടോ 20 കൊണ്ടോ 30 കൊണ്ടോ 70 കൊണ്ടോ ഏത് വാല്യൂ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലും ഫൈനൽ ആൻസർ കിട്ടുന്നത് 157/53 എന്നായിരിക്കും. നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ പ്രോസസ്സ് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി പോകും, ചിലത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നേ ഉള്ളൂ. ഫൈനൽ ആൻസർ കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് 1 ആൻഡ് ദ സെയിം ആയിരിക്കും. സോ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ കൊണ്ട് 3 പേരെയും മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഐദർ യു ക്യാൻ ഫോളോ ദാറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി ഇല്ല എനിക്ക് അങ്ങനെ ഒരു കോമൺ വാല്യൂ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണെങ്കിൽ ഈ റേഷ്യോ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കോളൂ, 3 ഇൻറ്റു 4/5. 3 ഇൻറ്റു 4/5 ആണ് ആര്? മിൽക്ക്. ആദ്യത്തതിൽ വാട്ടർ എത്രയാണ്? 3 ഇൻറ്റു 1/5. ഓക്കെ, ഞാൻ 3 കേസ് എഴുതാം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഇവിടെ മിൽക്ക് ഉണ്ട്, ഇവിടെ വാട്ടർ ഉണ്ട്. ഇനി രണ്ടാമത്തെ ആളെ നോക്കിക്കോളൂ, 4 ഇൻറ്റു 3/4. അതേപോലെ വാട്ടറിൻ്റെ കാര്യം വരുമ്പോൾ 4 ഇൻറ്റു 1/4. ഇവിടെ എന്താണ്? 5 ഇൻറ്റു 5/7. അതേപോലെ 5 ഇൻറ്റു 2/7 അല്ലേ? നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ അഗെയിൻ ഇവിടെ ഒരു മിൽക്ക് വാട്ടർ ഞാൻ എഴുതാം. മിൽക്ക് വാട്ടർ സോൾവ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 12/5 കിട്ടും, ഇവിടെ 3/5 കിട്ടും, ഇവിടെ എനിക്ക് 3 കിട്ടും, ഇവിടെ 1 കിട്ടും, ഇവിടെ 25/7, ഇവിടെ എന്താണ് 10/7 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ ആൻസർ കിട്ടി എനിക്ക് മൂന്നിലുള്ള മിൽക്കിൻ്റെയും അതേപോലെ എന്താണ് വാട്ടറിൻ്റെയും വാല്യൂസ് ക്വാണ്ടിറ്റി എനിക്ക് കിട്ടി. ഇനി ഇവരെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഇവരെ 3 പേരെയും ഞാൻ ആഡ് ചെയ്യുവാണ്. നോക്കിക്കോളൂ, 12/5 പ്ലസ് 3 പ്ലസ് 25/7 അല്ലേ? ഇതാരാണ്? ഇത് മിൽക്കാണ്. അതേപോലെ 3/5 പ്ലസ് 1 പ്ലസ് 10/7. ഓക്കെ, അപ്പോൾ എനിക്ക് ഡിനോമിനേറ്റർ എന്താക്കാം? ഡിനോമിനേറ്റർ എനിക്ക് 35 ആക്കാം അല്ലേ? യെസ്, നമ്മൾ ഫ്രാക്ഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഫ്രാക്ഷനെ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഫ്രാക്ഷൻസിൻ്റെ ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. അപ്പോൾ ഞാൻ ഇവിടെ 35 ആക്കാൻ പോവാണ്. 7 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 12 ഇൻറ്റു 7 84 ആണ്. 3 ഇൻറ്റു 35 105 ആണ്. 25 ഇൻറ്റു 5 125 ഡിവൈഡഡ് ബൈ 35. ഇനി അതേപോലെ ഇവിടെ നോക്കിക്കോളൂ, താഴത്ത് ഇവിടെയും ഞാൻ 35 ആക്കും. 3 ഇൻറ്റു 7 21, 1 ഇൻറ്റു 35 35. അതേപോലെ ഇവിടെ 10 ഇൻറ്റു 5 50 ഡിവൈഡഡ് ബൈ 35. ഈ രണ്ട് 35 നമുക്ക് ക്യാൻസലായി. സോൾവ് ചെയ്യുമ്പോൾ എന്താണ്? 84 പ്ലസ് 105 പ്ലസ് 125 ഡിവൈഡഡ് ബൈ 21 പ്ലസ് 35 പ്ലസ് 50. നേരത്തെ കിട്ടിയ സെയിം വാല്യൂസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 314/106 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 157/53. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. അതിലുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ആയിരിക്കും വ്യത്യാസം. യെസ്,
ക്ലിയർ ആയല്ലോ? യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എ ബാഗ് കണ്ടെയ്ൻസ് 50 പൈസ, 25 paise and 5 paise coins. If these are in the ratio 4:3:5, total amount of money is 90 rupees. What is the number of 25 paise coins? നോക്കിക്കോളൂ. എൻ്റെ കയ്യിൽ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൈസ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും ബാങ്ക് എക്സാമിനേഷനിൽ നമ്മൾക്ക് കാണാൻ പറ്റും. സോ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. വാല്യൂസിലായിരിക്കും വ്യത്യാസം, പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് വെരി കോമൺ ഇൻ ബാങ്ക് എക്സാമിനേഷൻ. നോക്കിക്കോളൂ. ഒരു ബാഗിൽ 3 കൈൻഡ്സ് ഓഫ് കോയിൻസ് ഉണ്ട്. ഒന്ന് 50 പൈസയാണ്, ഒന്ന് 25 പൈസയാണ്, മൂന്നാമത്തത് 5 പൈസയാണ്. ഓക്കെ, ഇവരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ നോക്കിക്കോളൂ. 4 ആണ്, 3 ആണ്, 5 ആണ്. 4, 3, 5. ക്ലിയർ ആയല്ലോ? ഇനി വാട്ട് ഈസ് ദി നമ്പർ? ഇവരുടെ ഈ ഒരു 50 പൈസയുടെ ഇത്ര എണ്ണം, 25 പൈസയുടെ ഇത്ര എണ്ണം, 5 പൈസയുടെ ഇത്ര എണ്ണം, ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണേ? എ ടോട്ടൽ ഓഫ് 90 റുപ്പീസ് ആണ് കിട്ടണേ. എ ടോട്ടൽ ഓഫ് 90 റുപ്പീസ് ആണ് നമുക്ക് കിട്ടണേ. അങ്ങനെയെങ്കിൽ എ ടോട്ടൽ ഓഫ് 90 റുപ്പീസ് ആണ് നമുക്ക് കിട്ടണത്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് 25 പൈസ എത്രയാണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ. ചിലപ്പോൾ നമ്പർ ഓഫ് 50 പൈസ ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് 5 പൈസ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി സം ഓഫ് നമ്പർ ഓഫ് 50 പൈസ ആൻഡ് 25 പൈസ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിൻ്റെ കൗണ്ടിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അതിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കൗണ്ട് എത്രയാണ്, അതായത് ആക്ച്വൽ കൗണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ 50 പൈസേനെ 25 പൈസേനെ 5 പൈസേനെ എന്താക്കി കൺവേർട്ട് ചെയ്യുക? റുപ്പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കാരണം എന്താണ്? നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് റുപ്പീസിലാണ്. ഐദർ യു ക്യാൻ ഫോളോ ദാറ്റ്. നോക്കിക്കോളൂ. 50 പൈസേനെ ഞാൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? 0.5 ആണ്. 0.5 റുപ്പീസാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? നോക്കിക്കോളൂ. 100 പൈസയാണ് എന്ത്? 1 റുപ്പി. 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈസയാണ്. സോ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? എൻ്റെ കയ്യിലുള്ളത് 50 പൈസയാണ്. സോ ഞാൻ ഇവിടെ ഞാൻ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ ഇപ്പുറത്തും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ½ റുപ്പിയാണ്. ദാറ്റ് ഈസ് 0.5 റുപ്പി. ക്ലിയർ ആയി? ഒന്നെങ്കിൽ ½ റുപ്പി എന്ന് കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ 0.5 റുപ്പി എന്ന് കൺസിഡർ ചെയ്യാം. സോ ഇതെന്താണ്? 0.5 ആണ്. അതേപോലെ 25 പൈസയുടെ കാര്യം പറയുമ്പോൾ നോക്കിക്കോളൂ. ഇവിടെ 25 പൈസയാണ്. 100നെ 4 കൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. സോ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/4 എന്ന് പറയുമ്പം 0.25 ആണ്. ക്ലിയർ ആയോ? ഇനി ഇവിടെ 5 പൈസയാണ്. 5 പൈസ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ. 100നെ ഞാൻ 20 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം? 20 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.05 എന്ന് കിട്ടും. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നോക്കിക്കോളൂ. ഇതെന്താണ്? ഇതെൻ്റെ ആക്ച്വൽ വാല്യൂ ആണ്. എൻ്റെ കയ്യിലുള്ള ആക്ച്വൽ വാല്യൂ ആണിത്. ഇതെന്താണ്? ഇത് കൗണ്ടിൻ്റെ റേഷ്യോ ആണ്. ഇതെന്താണ്? കൗണ്ടിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഈ ആക്ച്വൽ വാല്യൂനെയും
ഈ കൗണ്ടിൻ്റെ റേഷ്യോനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ആക്ച്വൽ വാല്യൂവിനെയും ഈ കൗണ്ടിൻ്റെ റേഷ്യോനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? എൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് എന്താണെന്ന് കിട്ടും. എൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് എന്താണെന്ന് കിട്ടും. ആ എമൗണ്ടിനെ ഞാൻ ആരുടെ കൂടെ ഇക്വേറ്റ് ചെയ്യും? 90 റുപ്പീസിൻ്റെ കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് വാട്ട് ഈസ് 1 ഇസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നോക്കിക്കോളൂ. 0.5 ഇൻറ്റു 4 പ്ലസ് 0.25 ഇൻറ്റു 3 പ്ലസ് 0.05 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 90. ക്ലിയർ ആയല്ലോ? 0.5 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. പ്ലസ് 25 ചെയ്യുമ്പോൾ നമുക്ക് 0.75 എന്ന് കിട്ടും. പ്ലസ് 0.05 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.25 എന്ന് കിട്ടും. 0.25 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കോളൂ. 0.75നെയും 0.25നെയും ഞാൻ ആഡ് ചെയ്യാം. ഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഡെസിമൽ നമ്പേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും we have already discussed in the session decimal numbers. So please go and watch those session if you have any doubts. Yes. അപ്പോൾ ഇവർ രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. സോ ഇത് എന്തായി ഡെഡ്യൂസ് ആയി? 1 എന്ന് ഡെഡ്യൂസ് ആയി. 2 + 1 is equal to 90. 3 is equal to 90. സോ എന്ത് കിട്ടി? 1 is equal to 30 എന്ന് കിട്ടി. എനിക്ക് എന്ത് കിട്ടി? എനിക്ക് 1 is equal to 30 എന്ന് കിട്ടി. 1 is equal to 30 ആണെങ്കിൽ നോക്കിക്കോളൂ. 25 പൈസയാണ് ചോദിച്ചത്. 3 into 30 എന്താണ്? 90 ആണ്. 3 into 30 എന്താണ്? 90 ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതി മനസ്സിലായല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എമൗണ്ടിന് ടോട്ടൽ എമൗണ്ടിന് നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? പൈസയാക്കി മാറ്റാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. നോക്കിക്കോളൂ. ടോട്ടൽ എമൗണ്ടിനെ നിങ്ങൾക്ക് പൈസയാക്കി മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ എന്താണ് റേഷ്യോ? 4, 3, 5 ആണ്. നോക്കിക്കോളൂ. 50 പൈസ ഇൻറ്റു 4 അല്ലേ? പ്ലസ് 25 പൈസ ഇൻറ്റു 3 പ്ലസ് 5 പൈസ ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു നമുക്കറിയാം 100 പൈസയാണ് 1 റുപ്പി അല്ലേ? അല്ലെങ്കിൽ 1 റുപ്പി എന്ന് പറയുന്നത് 100 പൈസയാണ്. അപ്പോൾ 90 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എന്താണ് ചെയ്തത്? 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇപ്പുറത്തും 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 90 ഇൻറ്റു 100 ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 9000 പൈസ എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇതെനിക്ക് 200 ആണ്. ഇവിടെ എന്താണ്? 25 ഇൻറ്റു 3 75. അതേപോലെ 5 ഇൻറ്റു 5 25 ഇസ് ഈക്വൽ ടു 9000. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 100 എന്ന് കിട്ടും. 100 പ്ലസ് 200 ഇസ് ഈക്വൽ ടു 9000 ആണ്. 300 ഇസ് ഈക്വൽ ടു 9000. 2 0 നമുക്ക് എന്താവും? ക്യാൻസൽ ആവും. 1 ഇസ് ഈക്വൽ ടു 30. നേരത്തെ കിട്ടിയ സെയിം ആൻസർ ആണ്. 1 ഇസ് ഈക്വൽ ടു 30. സോ 3 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 25 പൈസയുടെ എണ്ണം കിട്ടും. 4 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 50 പൈസയുടെ എണ്ണം കിട്ടും. 5 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 പൈസയുടെ എണ്ണം കിട്ടും. ഇതിലിപ്പോൾ ഏതെങ്കിലും 2 പേരുടെ എണ്ണത്തിൻ്റെ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ആദ്യം 2 പേരുടെ എണ്ണം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ കാണാൻ പറഞ്ഞാൽ 2 പേരുടെയും എണ്ണം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. ഇനി നിങ്ങളോട് ഒരു പക്ഷേ ചോദിക്കുവാണ് നമ്പർ ഓഫ് 50 ഇവരുടെ മൊത്തത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് നമുക്കിവിടെ എമൗണ്ട് ആണ് അവർ തന്നിട്ടുള്ളത്. 3 പേരുടെയും കൂടെ കോയിൻസിൻ്റെ എണ്ണം എന്താണെന്ന് ചോദിച്ചാൽ 4 + 3 7 7 + 5 12 ആണ്. 12 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360 കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4 ഇൻറ്റു 30 120 ആണ്. 3 ഇൻറ്റു 30 90 ആണ്. 5 ഇൻറ്റു 30 150 ആണ്. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 360. അങ്ങനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? യെസ്. സിമ്പിളാണ് ക്വസ്റ്റ്യൻ, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. യെസ്.